ആൻ ഫ്രാങ്കിന് ശേഷം ലോക ചരിത്രത്തിൽ മനുഷ്യൻ്റെ ചിന്തയെ സ്വാധീനിച്ച ഒരു കുട്ടിയുടെ മറ്റേത് ഡയറി കുറിപ്പാണെങ്കിൽ ഇത് വോയിസിൻ്റെ സാക്ഷ്യപ്പെടുത്തലാണ്. പക്ഷെ തമാശ എന്തുകൊണ്ട് ഇസ്രായേൽ ഇത് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒന്ന്, ലോകത്തെല്ലായിടത്തും ഈ ശബ്ദം എത്തുകയും ആളുകളെല്ലാം ഇസ്രായേലിനെതിരെ തിരികുകയും ചെയ്തുകൊണ്ട് സ്വാഭാവികമായും നമ്മളത് അന്വേഷിക്കുമെന്ന് തീരുമാനിച്ചു. അതുപോലെയാണ് 2024-2025 15 പാരാമെഡിക്കൽസിനെ വണ്ടിയോടെ വെടിവെച്ച് മാസ് ഗ്രേവിൽ വലിയ JCB കൊണ്ട് വലിയ ശവമാടം ഒരുക്കി അവരെ മൂടിയ സംഭവമുണ്ട്. ഈ രണ്ട് സംഭവങ്ങൾ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ഇസ്രായേൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളെ കൊന്നിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ ഇതുവരെ 150 അന്വേഷണങ്ങളെ നടത്തിയിട്ടുള്ളൂ. റഫ്ലി 150 അന്വേഷണങ്ങൾ. ഒന്നിൽ പോലും ഒരാൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ വളരെ വെയ്ഗാണ് ഇത്തരം കാര്യങ്ങൾ. പക്ഷേ പ്രശ്നം ഇൻ്റർനാഷണൽ പ്രഷർ വരുമ്പോൾ ഇത് ചെയ്യാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഈ പുതിയ രാജ്യത്തെ ആധുനിക രാജ്യങ്ങളുടെ മുഴുവൻ പ്രത്യേകതയാണ്. സദാം ഹുസൈനെ പിടിക്കുമ്പോൾ സദാം ഹുസൈന് പകരം വന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു കാളി സംഘം അമേരിക്ക തട്ടിക്കൂട്ടിയ ഒരു പപ്പറ്റ് സ്റ്റേറ്റാണ്. സദാം ഹുസൈനെ വെടിവെച്ച് കൊല്ലണം, പക്ഷേ അത് ശരിയാവില്ല. അതുകൊണ്ട് സദാം ഹുസൈനെ കോടതിയിൽ കൊണ്ടുവന്ന് ഒരു നാടകമാണ്. എല്ലാ മോഡേൺ സ്റ്റേറ്റുകളും ചെയ്യുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നാടകം കളിക്കണം. അതെന്തോ ഒരു ആചാരം പോലെയാണ്. ഒരു നാടകമൊക്കെ കളിച്ച് അവസാനം സദാം ഹുസൈനെ ഞങ്ങളുടെ നിയമപ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നു എന്ന് പറഞ്ഞതിന് ശേഷം സദാം ഹുസൈനെ തൂക്കിക്കൊല്ലും. പക്ഷേ തൂക്കിക്കൊല്ലുന്നതിൻ്റെ അവിടെ വെച്ച് അവർക്കൊരു അബദ്ധം പറ്റി. സദാം ഹുസൈൻ മുമ്പ് കൊന്ന ഒരാളുടെ പേര് അവിടെ മുദ്രാവാക്യം പോലെ വിളിച്ചു. അതോടുകൂടി ഇത് മൊത്തം പ്ലാൻഡ് ആണെന്ന് മനസ്സിലാവുകയും അതിൻ്റെ ഒരു സാങ്ക്ടിറ്റി പോവുകയും അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് അവസാനം കാണിച്ചത് മോശമായി പോയി എന്ന് പറയുകയും ചെയ്തു. ഇത് ഈ ആധുനിക എല്ലാവർക്കും ഈ അസുഖമുണ്ട്. ഇത് നമ്മളെന്തോ ഇതിനൊരു സാങ്ക്ടിറ്റി, ഞങ്ങളാരും അത്രക്കാരല്ല, ഞങ്ങൾ ബാർബേറിയൻസ് അല്ല, അതുകൊണ്ട് ഞങ്ങളിതിൻ്റെ ഒരു വ്യവസ്ഥ കൊണ്ടുവരും, ഞങ്ങളിതിൻ്റെ ഒരു രീതി കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത്തരം അന്വേഷണങ്ങൾ ഉണ്ടാക്കുക. ഈ അന്വേഷണങ്ങളെല്ലാം പ്രഹസനമായിരിക്കും. ഒരു നാട്ടിലും പിടികൂടപ്പെട്ട ഒരാളെ, പുറത്തുനിന്ന് വന്ന് പിടികൂടപ്പെട്ട ആളെ വെറുതെ വിട്ട ചരിത്രമില്ല. നിങ്ങൾ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കുകയും അന്വേഷണം നടത്തും, അവസാനം അയാൾക്ക് തൂക്കുകയറി വിധിക്കുകയും ചെയ്യും. അതുപോലെയാണ് സ്വന്തം പട്ടാളക്കാർ ചെയ്ത കുറ്റങ്ങളുണ്ടെങ്കിൽ അത് അന്വേഷിക്കും, വലിയ പരിപാടിയൊക്കെ നടത്തും, അവസാനം അവർ പുഷ്പം പോലെ ഊരിപ്പോവുകയും ചെയ്യും. ഇസ്രായേൽ പ്രത്യേകിച്ചും അങ്ങനെ യാതൊരു തരത്തിലുള്ള മര്യാദയും ഇല്ലാത്ത ഒരുപാട് രാജ്യങ്ങളിൽ ഒന്നാണ്. ഈ പറയുന്ന വ്യവസ്ഥ, ഈ പറയുന്ന ചെക്കിംഗ് സിസ്റ്റം, ഇതെല്ലാം ഉള്ളപ്പോഴും നിർബാധം കൊലപാതകം നടക്കുകയാണ്. ഞങ്ങൾ സിവിലിയൻസിനെ കൊല്ലില്ല എന്നുള്ളതാണ് ഇസ്രായേൽ ആർമിയുടെ പ്രഖ്യാപിത നിലപാട്, ഇസ്രായേൽ രാജ്യത്തിൻ്റെ പ്രഖ്യാപിത. പക്ഷേ 83% ആളുകളും ഫലസ്തീനിൽ കൊല്ലപ്പെടുന്നത് സാധാരണക്കാരായ സിവിലിയൻസാണ്. അത് ഡോക്യുമെൻ്റഡാണ്. അതെങ്ങനെയാണ്? അതിനൊരു മറുപടി പറയില്ല. ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ വരുന്ന ചില കാര്യങ്ങളിൽ ഒരു അന്വേഷണം നടത്തുക, ഒരു പക്ഷേ ചിലപ്പോൾ ഇതിനകത്തൊരു നടപടി ഉണ്ടായേക്കാം, ഇത്രയും വലിയ ഇൻ്റർനാഷണൽ പ്രഷർ ആയതുകൊണ്ട്. പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്നൊരു രാജ്യം ഇതെല്ലാവരും കൂടെ ചേർന്ന് നടക്കുന്ന, എല്ലാവരും അറിയുന്ന ഒരു ക്രൈമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അവിടെ ഒരു ഇസ്രായേൽ ഭടൻ അവനാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുക എളുപ്പമായിരിക്കും. പക്ഷേ അതുകൊണ്ട് ഈ വിഷയം തീരുന്നില്ല. ഇസ്രായേൽ ഇപ്പോൾ കഴിഞ്ഞ മാസം ആഴ്ചകളോടെ നടന്ന ഒരു സംഭവം, ഫലസ്തീൻ ആളുകളുടെ ഒരു ഗ്രാമം വളഞ്ഞു. 3 വീടുകളേ ഉള്ളൂ. വീടുകൾ വളഞ്ഞു വെച്ചിരിക്കുകയാണ്. അവരെ പുറത്ത് വിടില്ല, പുറത്തിറങ്ങിയാൽ കൊല്ലും. ഭക്ഷണം കഴിക്കാൻ, വെള്ളം ശേഖരിക്കാൻ ഒന്നിനും അനുവാദമില്ല. അവരുടെ ഭാഗ്യത്തിന് അതിലൊരാൾ അമേരിക്കൻ സിറ്റിസണാണ്. കൈവിട്ടു പോയി. അതോടുകൂടി പിന്നെ പെട്ടെന്ന് അമേരിക്കയിൽ നിന്ന് അവരുടെ ബന്ധുക്കളെ കൊണ്ടുവരുന്നു. പിന്നെ ഇൻ്റർനാഷണൽ ഷോയാണ്. ഈ ഇൻ്റർനാഷണൽ പ്രഷർ വരുന്ന പല രീതിയിലാണ്. ഹിന്ദ് റജബിൻ്റെ ശബ്ദം ലോകം മുഴുവൻ കേൾക്കുമ്പോൾ, ഒരു അമേരിക്കക്കാരൻ ഇതിനകത്ത് കുടുങ്ങപ്പെടുമ്പോൾ, അമേരിക്കക്കാരനകത്ത് ഇന്ത്യക്കാരനെ പോലല്ല, അമേരിക്കക്കാരനെ പറ്റിയാൽ രാജ്യം ഇളകും. അപ്പോൾ പെട്ടെന്ന് ഇത് മുഴുവൻ ഒരു ഷോയാണ്. ഹിന്ദ് റജബിൻ്റെ കാര്യത്തിലും ഒരു ഷോ മാത്രമാണ് നടന്നത്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് 2 ഇൻവെസ്റ്റിഗേഷൻ. ഈ 2 ഇൻവെസ്റ്റിഗേഷനും നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ ഹിന്ദ് റജബിൻ്റെ ശബ്ദം അത് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി പോലെ ലോക ചരിത്രത്തിൽ മാർക്ക് ചെയ്യപ്പെടുകയാണ്. ഇസ്രായേലിലെ ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായ ആളുകളെ മുഴുവൻ ഒരു കാലത്തും അവർക്കിനി രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ് ആ കുഞ്ഞിൻ്റെ ഒരു രക്തസാക്ഷിത്വം കൊണ്ട് ഉണ്ടായ, മനുഷ്യന്, ലോക സമൂഹത്തിന് കിട്ടിയ ഒരേ ഒരു ഗുണം.